ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളെ +1 മാത്തമാറ്റിക്സിലെ വളരെയധികം വെയിറ്റേജ് ഹൈ ഹൈ വോൾട്ടേജ് വെയിറ്റേജ് ആയിരുന്ന ഒരു ചാപ്റ്ററാണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. എന്നാണ് +2 നിങ്ങൾക്ക് കാൽക്കുലസ് എന്നും പറഞ്ഞിട്ട് 5 പാഠങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു 4 പാഠം ഓക്കെ, ഒരു ഡിറ്റർമിനൻസ് വരെ, അതായത് റിലേഷൻ ഫംഗ്ഷന്, മറ്റേ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, മെട്രിസസ്, പിന്നെ ഡിറ്റർമിനൻസ്, ഇവിടുത്തെ വരെ ഓക്കെ, കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും. പിന്നെ 5-ാമത്തെ പാഠം വരെ ഒരു പോക്കാണ്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ആണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഇൻ്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. 5 പാഠം എപ്പോഴും തീർന്ന് എപ്പം തുടങ്ങി ഒരു പിടുത്തം ഉണ്ടാവില്ല. എങ്ങനത്തെ കുട്ടിയാണെങ്കിൽ ഈ പാഠത്തിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ലാത്ത കുട്ടിയാണെങ്കിൽ. പക്ഷെ നിങ്ങളങ്ങനെ ആവാൻ പാടില്ല. അതുകൊണ്ട് നമുക്കിതിൽ അപ്പോൾ ഈ പാഠം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ജസ്റ്റ് ഞാനീ പറയുന്ന ഒരു നമ്മളെ പബ്ലിക് എക്സാമിനല്ല +1 എക്സാമിന് നല്ല മാർക്ക് മേടിക്കുന്നതിലുപരി നമ്മളെ +2 അതായത് ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ സ്ട്രോങ് ആക്കുന്ന ബേസിക്സ് ദ ഫണ്ടമെൻറ്റൽസ് ഓഫ് കാൽക്കുലസ് ആണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ഇൻറ്റ്യൂട്ടീവ് ഐഡിയ ഓഫ് ഡെറിവേറ്റീവ് ആൻഡ് ലിമിറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് +2 എന്തെങ്കിലുമൊക്കെ മാത്സിൽ കാട്ടിക്കൂട്ടാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് വരാൻ സാധ്യതയില്ല. നോക്കാം, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്താലും ഈ ക്വസ്റ്റ്യന് ഈ പാഠം മര്യാദയ്ക്കാനെ പഠിച്ചാൽ പറ്റുമോ? യാതൊരു ഇതിൽ എനിക്കതിൽ സംശയമില്ല. അത്രക്കും വൃത്തിക്ക് പഠിച്ചാൽ മാത്രമേ കാൽക്കുലസ് തൊടാനാവും. അല്ലെങ്കിൽ മറന്നാളാം പാഠം. അത് പറയുന്ന 5 പാഠം ഒറ്റയടിക്ക് സ്കിപ്പ് അടിക്കേണ്ടി വരും. കാരണം ഒന്ന് വിട്ട് കഴിഞ്ഞാൽ മറ്റേത് വിട്ടു, അത് പോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തം കംപ്ലീറ്റ് അങ്ങ് പോയി. എല്ലാം ഇൻ്റർ കണക്റ്റഡ് ചാപ്റ്റേഴ്സ്, ഒന്നും അറിയില്ലെങ്കിൽ മറ്റേത് ചെയ്യാനേ ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 230 എക്സാമ്പിൾ 2 ചെയ്യുക, അത് എക്സാമിന് വരൂ. അത് കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് 233 എക്സാമ്പിൾ 3 ചെയ്യുക, എക്സാമിന് വരും. അതിൽ ലിമിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ലിമിറ്റ്സ് തന്നെ ട്രിഗ്നോമെട്രീൻ്റെ വരുന്നത് 236 എക്സാമ്പിൾ 4 ചെയ്യുക, അത് എക്സാമിന് വരും. പിന്നെ നമ്മളെ ഡെറിവേറ്റീവ്സിൻ്റെ സെക്ഷനിൽ 243 എക്സാമ്പിൾ 12 ചെയ്യുക. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് f(x) യൂസിങ്, അതായത് f(x) = 1/x യൂസിങ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. നിങ്ങൾ cos x sin x എല്ലാം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റണം. കുറച്ച് പണിയുണ്ട്, കുറച്ച് ട്രിക്കി ലൗസിനാണ് ശേഷം ചെയ്ത് പഠിക്കുക. പിന്നെ ഇത് കമ്പ്യൂട്ട് ദ ഡെറിവേറ്റീവ് ഓഫ് f(x) യൂസിങ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇത് ഞാൻ പഠിക്കുന്ന കാലത്ത് വന്ന ക്വസ്റ്റ്യനാണ് ഇത്. അതായത് ഒന്നിക്കൽ sin x വരും, അല്ലെങ്കിൽ cos x വരും. അപ്പോൾ ഇനിയിപ്പോൾ എക്സാം വല്ലാണ്ട് ടഫ് ആവുകയാണെങ്കിൽ tan x വരും. ഞാൻ അന്നത്തെ കാലത്ത് ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു പ്രഡിക്ഷൻ പറഞ്ഞേനു. ആ ക്വസ്റ്റിന് tan x ക്വസ്റ്റിനാണ് അന്ന് എക്സാമിന് വന്നത്. അതിൻ്റെ ഒരു പ്രൂഫ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കുക. പേജ് നമ്പർ 247 എക്സാമ്പിൾ 17. പിന്നെ ഈ ഒരു 240 എക്സാമ്പിൾ 18. ഇത് ആക്ച്വലി ചെയിൻ റൂൾ വെച്ചിട്ട് ചെയ്യേണ്ട ക്വസ്റ്റൻ. പക്ഷേ ഇവിടെ ഇവർ പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങൾ ചെയിൻ റൂൾ +2 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന 5th ചാപ്റ്ററിലാണ് +2 മാത്തമാറ്റിക്സിൽ പഠിക്കുക. അപ്പോൾ അതിനെപ്പറ്റി അതായത് ആ റൂൾ, അതായത് ഇത് ആക്ച്വലി ചെയിൻ റൂൾ വെച്ചിട്ട് പൊതുവെ ചെയ്യാറ്. പക്ഷേ നിങ്ങളത് പഠിക്കാത്തതുകൊണ്ട് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് sin x വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായിരിക്കും ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇനി മിസ്സലേനസ് ഓക്കെ, ഇത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നല്ല ചാപ്റ്ററാണ്. ഇത് വിട്ടുപോയി ചെയ്യരുത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ഈ ബ്ലാക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഇന്ന് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 8 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പറ്റുമെങ്കിൽ വേറെ കാരണം ബാക്കി ക്വസ്റ്റ്യൻസ് എനിക്ക് അത്ര ഡിഫിക്കൽട്ടാന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഇനിയിപ്പോൾ അഥവാ എനിക്ക് ഇതിൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കുറച്ച് ടഫാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അവസരം തരാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ലിമിറ്റ് x⁻⁴ -81 / 2x² - 5x - 3. നമ്മൾ പൊതുവെ ലിമിറ്റിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുക? x ടെൻഡിങ് ടു 3 ആണെങ്കിൽ എക്സിനാ 3 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കും. പക്ഷേ ഇവിടെ ഇട്ട് കൊടുത്താൽ പ്രശ്നം. നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഇതെന്ത് വരും? 3⁻⁴ -81 / 2 × 3², അതായത് 9 -5 × 3 - 3. അപ്പോൾ എന്ത് വരും? ഇവിടെ 3⁻⁴ എന്ന് പറയുമ്പോൾ 81 -81 / 2 × 9 18 -5 × 3 അല്ല, അതായത് -5 × 3 -3 ആണ്. അപ്പോൾ അതായത് 5 × 3 എന്ന് പറയുന്ന അതായത് ഇങ്ങനെ പറയുന്നത് 2 × 9 എന്ന് പറയുന്നത് 18 -5 × 3 -15 പിന്നെ ഒരു -3 ഉണ്ട്. അപ്പോൾ ഇത് 0 വരും ഇതെന്താ 18 -15 -3 എന്ന് പറയുമ്പോൾ അതും 18. അപ്പോൾ 18 - 18 0. അപ്പോൾ ഇത് 0/0 ഫോർമാറ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ അതായത് ഈ ഇൻഡെറ്റർമിനേറ്റ് ഫോമാണ് 0/0 എന്ന് പറയുന്നത്. ആക്ച്വലി 7 ഫോംസിൽ ഇൻഡെറ്റർമിനേറ്റ് അതിലെല്ലാം നിങ്ങൾ പഠിക്കുന്നില്ല. ചിലതെല്ലാം എൻട്രൻസ് ലെവലിൽ മാത്രമേ പഠിക്കുന്നുള്ളൂ. പക്ഷേ ഈ പറയുന്ന സാധനങ്ങൾക്ക് പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ സാധനത്തിനെ ഫാക്ടറൈസ് ചെയ്യണം. അതിന്ന് ഏത് ടേമാണ് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്, അതിന് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. നോക്കാം. ഇവിടെ 0/0 ഫോം പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യുക, ഈ പറഞ്ഞ ഈ x⁻⁴ -81 x² - 9 × x² + 9. അപ്പോൾ ചെയ്താൽ എങ്ങനെയാണ്? ഒരു x² × x² x⁻⁴ x² × 9 പ്ലസ് ഈ പറഞ്ഞ
9x², പിന്നെ -9 × x², -9x². അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഈ രണ്ടും കൂടി ക്യാൻസൽ ആയിപ്പോയി. -9 ഇൻറ്റു ഇതെന്ന് പറയുന്ന +9 എന്താണ് -81. അപ്പോൾ ഇതിനങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് 2x² മൈനസ് എന്താണ് ഈ 5x-നെ -6x + x -3, അതായത് ഈ സാധനത്തിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതി. അപ്പോൾ അങ്ങനെ എന്തായിരിക്കും ചെയ്തത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതേതാ ഫോർമാറ്റ് a² - b². അപ്പോൾ a + b ൻ്റെ a - b. അപ്പോൾ x - 3 ഇൻറ്റു എന്താണ് x + 3 ഇൻറ്റു എന്താ x² + 9. അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യാലോ a² - b². അതായത് ഇതിങ്ങനെ b² എന്ന 9², അതായത് 9² എന്നല്ലല്ലോ അറിയാം, 3² അല്ല ആക്ച്വലി 9. അപ്പോൾ ഇതിന് ആക്ച്വലി x² - 3² എന്ന് പറഞ്ഞിട്ട് എഴുതുക. എന്നിട്ടാണ് ഇതിനെ, അതായത് ഇപ്പോഴാണ് ഇത് a² - b², എന്നിട്ട് എന്ത് a + b ൻ്റെ a - b. പിന്നെ 2x ഇൻറ്റു എന്താണ് ഇതിനെ കോമ്പൈൻ ചെയ്തിട്ട് നമുക്ക് x - 3 + 1 ഇൻറ്റു x - 3 എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഇതിലൊരു x - 3 കോമൺ ഉണ്ട്. അപ്പോൾ x - 3 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഇവിടെ എന്തല്ലേ 2x + 1, 2x + 1. പിന്നെ എന്തുണ്ട് ഇവിടെ ഒരു x - 3, ഇവിടെ ഒരു x + 3, ഒരു x² + 9. അപ്പോൾ ഈ x - 3 x - 3 ക്യാൻസൽ ആയി പോയി. അപ്പോൾ എന്തെങ്കിലും ആലോചിച്ച് നോക്കും, ഇവിടെ ഡിനോമിനേറ്ററിൽ ഈ 3 - 3 വന്നാൽ ഇത് 0 ആയി. അപ്പോൾ ഈ എന്താണ് പ്രശ്നക്കാരനായിട്ടുള്ള ടേം കട്ടായിപ്പോയി. ഇനി നോക്കാം. ഇനിയിപ്പോൾ x + 3 ഇൻറ്റു x² + 9 / 2x + 1. ഇനിയിപ്പോൾ ഇതിൽ എക്സിൻ്റെ അതായത് ഏത് പൊസിഷനിൽ എക്സിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇനി ഏടിയോ അത് ഇൻഡിറ്റർമിനേറ്റ് ആയിപ്പോല. അപ്പോൾ വാല്യൂ ഇട്ട് കൊടുക്കുക 3 + 3 ഇൻറ്റു x² സ്ഥാനത്ത് 3² + 9 / 2 ഇൻറ്റു x എന്ന് പറയുമ്പോൾ 3, 2 ഇൻറ്റു 3 + 1. ഇത് ചെയ്യുന്ന സമയത്ത് 108 / 7. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇങ്ങനെയാണ് ആക്ച്വലി ഫാക്ടറൈസേഷൻ വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ പാർട്ട് അവസാനിപ്പിക്കുക. ഞാൻ അധികം നീട്ടുന്നില്ല. ലിമിറ്റ് z ടെൻഡ്സ് ടു 1, z⁻³ - 1 / z⁻⁴ - 1. ഇവിടുത്തെ പ്രശ്നം എന്താ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം ലിമിറ്റ് അതേപോലെ ഇട്ട് കൊടുക്കും. എന്നിട്ട് എന്താണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 1 z-ന് 1 എടുക്കുക, 1 / 1/3 - 1 / 1/1/6 - 1. 1 / any number 1 - 1, 1 / any number 1 - 1. ഇതെന്താ 1 - 1 0 / 1 - 1 0 പ്രശ്നമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും എന്താണ് ഈ പ്രശ്നക്കാരനിലെ ടേം ഒഴിഞ്ഞു പോകണം. അപ്പോൾ നമുക്ക് അറിയുന്ന റിസൾട്ട് ഉണ്ട്. ലിമിറ്റ് x ടെൻഡ്സ് ടു x⁻n - a⁻n / x - a എന്ന് പറയുന്ന n × a⁻n - 1 എന്ന് പറയുന്ന ഒരു റിലേഷൻ, അതായത് റിലേഷൻ അല്ല, ഒരു പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഈ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് ഇതിങ്ങനെ എഴുതി. ലിമിറ്റ് z ടെൻഡ്സ് ടു 1, z⁻⁴ - 1 / എന്താണ് ഈ പറഞ്ഞ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു z-1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് z-1 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, കാരണം ക്യാൻസൽ ആയി പോകണമല്ലോ. അപ്പോൾ എന്ത് ചെയ്ത്, അതായത് z-1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അതേപോലെ z-1 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, എന്നിട്ട് ഇവിടെയില്ല സാധനം ഇത് ഇപ്പുറത്ത് എന്ത് ചെയ്ത് ഇതിൻ്റെ ഒപ്പരം എഴുതി. അപ്പോൾ ഇതിപ്പോൾ ഏത് ഫോർമാറ്റിലേത് x⁻n - അതായത് എന്താണ് a⁻n ഡിവൈഡഡ് ബൈ എന്താണ്, കാരണം നിങ്ങളിപ്പോൾ അതിപ്പോൾ a എന്ന് പറയുന്നത് 1 ആണ്. ഇപ്പോൾ എൻ്റെ പവറായിട്ട് ഇപ്പോൾ n 1/3 ഇട്ട് കൊടുത്താലും 1/6 എടുത്താലും എന്തിട്ട് കൊടുത്താലും 1/10 ഇട്ട് കൊടുത്താൽ 1 കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി a⁻n ഡിവൈഡ് ബൈ എന്താണ് x - a ഫോർമാറ്റിൽ ഇതിപ്പോൾ ഇല്ലത്. അപ്പോൾ എന്ത് കിട്ടി, ഇത് നമുക്ക് n × a⁻n - 1 എഴുതാം. അപ്പോൾ n-ൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത്, n-ൻ്റെ സ്ഥാനത്ത് 1/3 ആയുള്ളത്. അപ്പോൾ 1/3 ഇൻറ്റു a എന്ന് പറയുമ്പോൾ 1 എന്താണ് 1/3. ഇതൊന്ന് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്തായാലും ഈ സാധനം 1 ആവാൻ പോകുന്നില്ലോ. പിന്നെ എന്തുണ്ട് ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ പറഞ്ഞ ഇതെന്താണ്, ഇതിപ്പോൾ ഒരു ലൈക്കിനോ അതായത് x⁻n - a⁻n ഡിവൈഡ് ബൈ x - a. അപ്പോൾ എന്താ അതായത് ഇത് ആക്ച്വലി ഇങ്ങനെ നമ്മൾ ന്യൂമറേറ്ററിൽ, അതായത് ഇവിടെ ന്യൂമറേറ്ററിൽ x⁻n - a⁻n ഈ പറഞ്ഞ ഡിനോമിനേറ്ററിൽ x - a വരുന്ന സമയത്തായിരുന്നു നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതുന്നത്. പക്ഷേ ഇത് നേരെ തിരിഞ്ഞു പോയി. അപ്പോൾ തിരിഞ്ഞു പോയ സാധനത്തിന് എന്താ ചെയ്യുക, 1 ഡിവൈഡഡ് ബൈ എന്താണ് ഈ പറഞ്ഞ ഒരു കാര്യം ചെയ്യുക, z-1 അല്ലേ, z-1 മോളിൽ വരണം, z1 - 1 ഡിവൈഡ് ബൈ ഈ പറഞ്ഞ z-1. ഇപ്പോൾ ഓക്കെ അല്ലേ, കാരണം ഈ z മോളിൽ പോയി കഴിഞ്ഞാൽ അടുത്തുമല്ലോ. അപ്പോൾ z⁻1/6 - 1 ഓക്കെ. ഇപ്പോൾ ഈ ഫോർമാറ്റ് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക, കാരണം ഇനിയിപ്പോൾ ഇത് എന്തായാലും ഡിനോമിനേറ്ററിലെ വരാൻ മതി, കാരണം 1/അല്ലേ. അപ്പോൾ ഇനി എന്ത് ഇവിടെ നമ്മൾ ഇത് ഉപയോഗിച്ച് കൊടുക്കുക. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ഇനി എന്ത് ചെയ്യുക, ഇവിടെ ഇത് n × ആ സാധനം ഫോർമുല ഉപയോഗിക്കുന്ന സമയത്ത് 1/6. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ് 1/6 ആണ്, a എന്ന് പറയുന്നത് 1. അപ്പോൾ അതായത് n × 1/6 × a⁻ എന്താണ് ഈ പറഞ്ഞ a⁻n - 1. അപ്പോൾ 1/6 ഇതെന്തായാലും 1 വരാൻ പോകുന്നല്ലോ. അപ്പോൾ ഇത് എന്തായാലും 1. അപ്പോൾ 1/3 ഡിവൈഡ് ബൈ 1/6. അപ്പോൾ ഈ അതായത് ഇപ്പോൾ a/b ഡിവൈഡ് ബൈ c/d. അപ്പോൾ എന്ത് വന്ന് അതായത് d മോളിൽ കയറി. അപ്പോൾ a × d ഡിവൈഡ് ബൈ b × c. അപ്പോൾ ഈ പറയുന്ന 1/3 ഡിവൈഡ് ബൈ 1/6 ഇതിൽ 6 മോളിൽ കയറി. അപ്പോൾ എന്താ 1/3 × 6/1. അപ്പോൾ എന്താ സംഭവിച്ച് 6 2 ടൈംസ്. അപ്പോൾ 2 ടൈംസ് 2 വിൽ ബി ദ ആൻസർ. യെസ്, 2 ഇസ് ദ കറക്റ്റ് ആൻസർ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ.
അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് അതിന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തതിൽ കാണാം. ഇനി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഈ പറഞ്ഞ ഈ ഒരു 11ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കുക. ഈ ഒരു ലിമിറ്റിലെ എല്ലാ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 14ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. ഈ ഒരു 7ാമത്തെ ക്വസ്റ്റ്യന് സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. ഈ ഒരു 17ാമത്തെ ക്വസ്റ്റ്യനും 19ാമത്തെ ക്വസ്റ്റ്യനും സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. ഈ ഒരു 21ാമത്തെ 22ാമത്തെ ക്വസ്റ്റ്യന് സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. ഈ ഒരു 23ാമത്തെ ക്വസ്റ്റ്യന് സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. ഈ ഒരു ക്വസ്റ്റിന് കുറച്ച് കോൺസെപ്റ്റുകളാണ്. ഈ 25ാമത്തെ ക്വസ്റ്റിന് സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. ഈ ഒരു 28ാമത്തെ ക്വസ്റ്റിന് നല്ല വരാൻ ചാൻസ് ഉണ്ട്. ഇത് ക്വസ്റ്റിന് സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. ഈ ഒരു 32ാമത്തെ ക്വസ്റ്റിന് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. ഓക്കെ, ഈ ഒരു 2ാമത്തെ ക്വസ്റ്റിന് സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. ഓക്കെ, ഡെറിവേറ്റീവ് ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടിയിട്ട് കുറച്ച് സിമ്പിൾ തിയറിക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻസിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാം. ഈ ക്വസ്റ്റ്യൻസിൻ്റെ എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ടഫ് ആവുന്നതെന്ന് വെച്ചാൽ യൂസിങ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഡെറിവേറ്റീവ് ഇത് 3x² - 0 എന്നങ്ങ് പറഞ്ഞിട്ട് എഴുതാൻ പറ്റില്ല. അതായത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട്. അപ്പോൾ ഇതെല്ലാം എക്സാമിന് വരാൻ ചാൻസ്. പൊതുവേ വരുന്ന sin x cos x മാറിയിട്ട് ഇതെന്നെല്ലാം ക്വസ്റ്റ്യൻ വന്നല്ലോ. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇത് A+ ഒരു ക്വസ്റ്റ്യൻ ആയത്. ഇത് നിങ്ങൾ കാണാതെ വന്ന സർപ്രൈസ് ക്വസ്റ്റ്യൻ ആയത്. ഇത് എക്സാമിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കിളിവാറിപ്പോൾ നിങ്ങൾ വെറുതെ വിചാരിക്കുന്ന പോലെയല്ല. അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ കാണിച്ചാൽ ഇതാ, അത് സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. സോറി, പിന്നെ മാറ്റട്ടെ. സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. ഇത് അവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യന് ചിലപ്പോൾ എക്സാം ടഫ് ആവാണ് വരാൻ ചാൻസ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുക, പഠിക്കുക. അല്ല, സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. ഈ ഒരു 10ാമത്തെയും 11ാമത്തെ ക്വസ്റ്റ്യന്, ഇതിൻ്റെ 11ാമത്തെ ക്വസ്റ്റ്യന് ബാക്കി ഇവിടെ ഉണ്ട്. ഇത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഞാൻ വെയിൽ കുറച്ച് മാറ്റി തരാം. ഇതാ, ഈ ക്വസ്റ്റ്യനെ ചെയ്യുക, പഠിക്കുക. അപ്പോൾ 10ാമത്തെയും 11ഉം സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. അതിൻ്റെ 11ാമത്തെ ബാക്കി കുറച്ച്, അതായത് ഇവിടെ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ആൻസർ തരുന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുക, പഠിക്കുക. ഈ സെലക്റ്റഡ് എക്സാംപ്ലറിലെ ഈ ഒരു 3ാമത്തെ ക്വസ്റ്റിന് എക്സാമിന് ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. ഇത് എന്താണ്, ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. ഈ ഒരു കോൺസെപ്റ്റ് അറിയേണ്ടിയിട്ട് ഈ 7ാമത്തെ ക്വസ്റ്റിനെ പഠിക്കുക. ഈ പറയുന്ന മോഡൽസിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടിയിട്ട് ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. അടുത്ത കുറച്ച് ഡേഞ്ചറസ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റിന് ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. ഇതിൻ്റെ ബാക്കി ഞാൻ കാണിച്ചാൽ ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതാ, ഇവിടുത്തെ വരെ ഈ ഒരു -4 വരെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഈ ഒരു ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ ചിലപ്പോൾ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കുക, ബാക്കി ഞാൻ കാണിച്ചു തരാം. എൻ്റെ ബാക്കി അതാ ഈ പറഞ്ഞ x tan x sec x + sec x അവിടുത്തെ വരെ എന്താണ് സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. അടുത്തത് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിളിനെ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ കംപ്ലീറ്റ് തറവായിക്കോളൂ. ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. ബാക്കി ഞാൻ കാണിച്ചു തരാം. അതായത് ഇത് ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. ഇതാ, ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. വീല് മാറ്റി തരാം. ഇതാ, സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. ഈ ഒരു 14ാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. ഈ ഒരു 15ാമത്തെ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുക്കുക, പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ഇവിടുത്തെ വരെ സ്ക്രീൻഷോട്ട് എടുക്കുക, ബാക്കി ഞാൻ കാണിച്ചു തരാം. സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതാ, ഇവിടുത്തെ വരെ 2 വരെ സ്ക്രീൻഷോട്ട് എടുക്കാം, ചെയ്യാം. ഈ 15ാമത്തെ ക്വസ്റ്റ്യൻ ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. ഇത് കുറച്ച് n കണ്ടുപിടിക്കുന്ന, ഈ n-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇവിടുത്തെ വരെ n = 5 വരെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, കുറച്ച് എന്താണ് റാഷണലൈസേഷൻ്റെ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യന് 19ാമത്തെ ക്വസ്റ്റ്യന്. ഇത് കുറച്ചും കൂടി എന്താണ് A+ അല്ല ഫുൾ മാർക്ക് കിട്ടേണ്ടിയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ ക്വസ്റ്റ്യന് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇതാ, ഈ 8 വരെ. ഓക്കെ, നമുക്കിനി ബാക്കി ക്വസ്റ്റ്യൻസിന് അടുത്ത വീഡിയോയിൽ കാണാം.